ഇസ്രായേലിൽ പ്രവാചകന്മാരും ദർശകന്മാരും വിവിധ ചുറ്റുപാടുകളിൽ കാണപ്പെട്ടിരുന്നു. ദർശകൻ പ്രായേണ പൂജാഗിരിയുമായി ബന്ധപ്പെട്ടിരുന്നു. ശമൂവേൽ രാമയിലും 1 ശമൂവേൽ 9:6, അഹിയാവ് ശീലോവിലും 1 രാജാക്കന്മാർ 14:1 വസിച്ചിരുന്നതായി രേഖയുണ്ട്. ദർശകനായ ഗാദ് രാജകൊട്ടാരവുമായി ബന്ധപ്പെട്ടിരുന്നു. 2 ശമൂവേൽ 24:11. രാഷ്ട്രക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉപദേശത്തിനായി രാജാവ് ദർശകനെ സമീപിച്ചിരുന്നു. 2 രാജാക്കന്മാർ 3:11. പ്രവാചകൻ ചിലപ്പോൾ പാതവക്കിലും 1 രാജാക്കന്മാർ 20:38 പ്രവാചക ഗണത്തിലും കാണപ്പെട്ടിരുന്നു. 1 ശമൂവേൽ 10:5, 19:18, 2 രാജാക്കന്മാർ 2:3, 4:38. ചില സാഹചര്യങ്ങളിൽ പ്രവാചക ഗണം രാജകീയ പരിവാരത്തിൻ്റെ ഭാഗമായിരുന്നു. 1 രാജാക്കന്മാർ 18:19, 22:6. ദൈവാലയവുമായി ബന്ധപ്പെട്ടും പ്രവാചകന്മാർ ഉണ്ടായിരുന്നു. യെരമ്യാ പ്രവചനം 23:13, 26:7, വിലാപങ്ങൾ 2:20. മറ്റ് ചില പേരുകളും വിശേഷണ രൂപേണ പ്രവാചകന് നൽകിയിട്ടുണ്ട്. കാവൽക്കാരൻ യെരമ്യാ പ്രവചനം 6:17, യെഹെസ്കേൽ പ്രവചനം 3:17, 33:2, 6, 7, യെശയ്യാ പ്രവചനം 21:11, 62:6. ഇടയൻ സെഖറിയ പ്രവചനം 11:5, 11:6. യഹോവയുടെ ദൂതൻ ഹഗ്ഗായി പ്രവചനം 1:13 എന്നിവയാണ് അതെല്ലാം. പ്രവാചകന്റെ വിവിധങ്ങളായ ചുമതലകളോടും പ്രവർത്തനങ്ങളോടുമുള്ള ബന്ധത്തിൽ അന്വർത്ഥങ്ങൾ അത്രേ ഈ പേരുകൾ. പ്രവാചകനെ കുറിക്കുവാൻ 2 സാമാന്യ നാമങ്ങൾ കൂടി പ്രചാരത്തിലുണ്ടായിരുന്നു: ദൈവദാസനും ദൈവപുരുഷനും. ജനത്തിൻ്റെ മുമ്പിൽ പ്രവാചകൻ എല്ലായ്പ്പോഴും ദൈവപുരുഷനായി കാണപ്പെട്ടു. ദൈവപുരുഷനെന്ന് ആദ്യം വിളിക്കപ്പെട്ടത് മോശെയാണ്. ആവർത്തനം 33:1. ദൈവപുരുഷൻ എന്ന പ്രയോഗം രാജവാഴ്ചയുടെ അന്ത്യഘട്ടം വരെ തുടർന്നു വന്നതായി കാണാം. 1 ശമൂവേൽ 2:27, 9:6, 1 രാജാക്കന്മാർ 13:1. പ്രവാചകന് മറ്റുള്ളവരിൽ നിന്നും സ്വഭാവത്തിലുള്ള വ്യത്യാസം വെളിപ്പെടുത്തുന്ന പ്രയോഗമാണ് ദൈവപുരുഷൻ. ശൂനേംകാരിയുടെ വാക്കുകൾ പ്രകൃതത്തിൽ സംഗതമാണ്. നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായൊരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. 2 രാജാക്കന്മാർ 4:9. ആരും പ്രവാചകനെ ദൈവദാസൻ എന്ന് സംബോധന ചെയ്തിരുന്നതായി കാണുന്നുമില്ല. ദൈവം പ്രവാചകന്മാരെ എൻ്റെ ദാസന്മാർ എന്ന് കൂടെ കൂടെ വിളിച്ചിരുന്നു. 2 രാജാക്കന്മാർ 17:3, 23, 21:10, 24:2, എസ്രായുടെ പുസ്തകം 9:11, യെരമ്യാ പ്രവചനം 7:25. പ്രവാചകന് ദൈവത്തോടുള്ള ബന്ധം വ്യക്തമാക്കുന്ന പ്രയോഗമാണ് യഹോവയുടെ ദാസൻ. ഈ സ്ഥാനപ്പേരും ആദ്യം നൽകിയത് മോശയ്ക്ക് തന്നെയാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. യെഹെസ്കേൽ പ്രവാചകനെ യഹോവ അഭിസംബോധന ചെയ്യുന്നത് മനുഷ്യപുത്ര എന്നത്രേ. എബ്രായ ഭാഷയിൽ ബെൻ ആദാം, ഗ്രീക്കിൽ ഹുയിയോസ് ടു ആൻഡ്രോപൂ. 92 പ്രാവശ്യം ഈ സംബോധന കാണാം. ദൈവത്തിന് പ്രവാചകൻ മനുഷ്യപുത്രനാണ്. മനുഷ്യപുത്രൻ എന്ന നിലയിൽ പ്രവാചകനെ ദൈവം തെരഞ്ഞെടുത്ത് ആത്മാവിനാൽ നിറച്ച് തൻ്റെ ദൗത്യ നിർവഹണത്തിനായി നിയോഗിക്കുന്നു. മനുഷ്യപുത്രൻ എന്ന നിലയിൽ മശീഹയുടെ പ്രവാചക ശുശ്രൂഷയുടെ പ്രതിച്ഛായയാണിത്. അടുത്ത എപ്പിസോഡിൽ പ്രവചനത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം.